ഹലോ, ഇന്ന് ഞാൻ മഷ്റൂം വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി എടുത്ത മഷ്റൂം ഇതാണ്. പെട്ടെന്ന് കുക്കാവുന്നതാണ്, അധികം വേവൊന്നും ഇല്ലാത്തതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം. ഇപ്പം നല്ല പോലെ കഴുകി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇടാം. സവാള ഒന്ന് ഒരു കളർ മാറ്റം വരുമ്പോൾ നല്ല പോലെ ഇളക്കി, കളർ മാറ്റം വരുമ്പോൾ നമുക്കതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടണം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നാൽ അതിനെ തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ല പോലെ അരച്ചിട്ട് വരാം. അതവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട് അതിലേക്ക്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്ക് ഇളക്കാം. ഇപ്പം ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയും അണ്ടിപ്പരിപ്പും തണിഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അരച്ചിട്ട് വരാം. ഇനി മഷ്റൂം ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കുക. അധികം ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒന്ന് കളർ മാറിയാൽ മതി. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു ബേ ലീഫ്, കുറച്ച് ഗ്രാമ്പ്, പട്ട, ഏലക്ക ഇത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ അതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ അരിയണം. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതിട്ടതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു കഷ്ണം ക്യാപ്സിക്കം, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് ഇനി നമുക്കൊരു 2 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ അതെല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മഷ്റൂം ഇടുന്നുണ്ട്. അതിന് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലക്സ് ഇടുന്നുണ്ട്. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലക്സ് ഇട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.